സദ്വിശരണം ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ 2016 ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ആ സെക്യൂരിറ്റി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സെക്യൂരിറ്റി മാനേജറായിട്ടിരിക്കുന്ന ഒരു ദിവസം, ആ സമയത്ത് ഒരു ദിവസം നമ്മുടെ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഊണ് കഴിച്ചിട്ടിരിക്കുകയാണ് ഉച്ചക്ക്. അപ്പോഴാണ് സെക്യൂരിറ്റി ഓഫീസിൽ നിന്നൊരു കോൾ വരുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ ആൽത്തറ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. മറ്റേ വൃക്ഷങ്ങൾക്ക് മറ്റേ അരഭിത്തി കെട്ടിയിട്ടുണ്ട്. ആ അരഭിത്തി കെട്ടിയതിൻ്റെ മുകളിൽ കുറേ ജിംനാസ്റ്റിക് പിള്ളേർ വന്നിരിക്കുന്നു. അപ്പോൾ ഗുരുരത്നസ്വാമി സെക്യൂരിറ്റി ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞു, അവിടെ ആരൊക്കെയോ വന്നിരിക്കുന്നു, ഒരു അന്വേഷണം നടത്താൻ വേണ്ടി സെക്യൂരിറ്റികളോട് പറയുകയാണ്. അപ്പോൾ ആ നിർദ്ദേശം ഞാനും എന്നെയും വിളിച്ച് അവരെ അറിയിക്കുകയാണ്, ഇന്നപോലെ കുറച്ച് ആൾക്കാർ വന്നിരിപ്പുണ്ട്. അപ്പോൾ ഗുരുരത്നസ്വാമിയുടെ ഓഫീസിൽ നിന്ന് പോലെ വിളിച്ച് ചോദിച്ചിരുന്നു അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനെന്ത് ചെയ്ത്, എൻ്റെ ചാർജ് എന്ന് സാബു എന്ന് പറയുന്ന ജ്യോതിപ്രകാശ് ജ്ഞാന തപസ്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്. അയാളെ ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ അയാൾ പറഞ്ഞ് എവിടെ നിന്നോ കുറച്ച് ആൾക്കാർ വന്നിരിപ്പുണ്ട്, കൊട്ടാരക്കരയിൽ നിന്നാണെന്ന് തോന്നുന്നത്. അവർ വന്ന് എന്തോ ഒരു വിഷയമുണ്ട്, ആശ്രമത്തിൽ എന്തോ ഒരു വിഷയം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യണം, ഒന്ന് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം ഊണ് കഴിച്ചിട്ട് ഉടനെ വരാം എന്ന് പറഞ്ഞപ്പോൾ, കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല, കൊട്ടാരക്കര ആശ്രമമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഗോകുലൻ രമണാനൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പിള്ളേരാണതെല്ലാം. എനിക്കും അവരോട് അത്യാവശ്യം അടുപ്പമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിലൊരാളെ വിളിച്ച്, എൻ്റെ സുഹൃത്തായ ആളെ വിളിച്ചിട്ട് ചോദിച്ച് അവിടെ നിന്ന് വല്ല ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് ബാബുച്ചേട്ടാ, അത് വേറൊന്നുമില്ല, നമ്മുടെ ഗുരുരത്ന സ്വാമിജിനെ കുറിച്ച് ആൾക്കാർ മോശമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഒരു ഗ്യാങ്ങുകൾ എന്നുവെച്ചാൽ പ്രായമുള്ള ഗുരുവിനോടൊത്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്, ഗുരുവിൻ്റെ ഭക്തരാണ്, അവരാണ് ഈ പറയുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാരിരുന്ന് സംസാരിക്കുന്നു, സ്വാമിജിയെ കുറ്റം പറയുന്നു. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി വന്നേക്കെന്ന് അവരെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് ആരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതിലൊരാളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞ് അയാളെ വിളിച്ച് കാര്യം തിരക്കിയാൽ മതി, വേണ്ട ഒന്ന് സഹായം ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം രൂപം മനസ്സിലായി. എന്ന് വെച്ചാൽ ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ ആളെ ഈ ആൾക്കാർ കുറ്റം പറയുന്നത് കൊണ്ട് അതിന് തടയിടാൻ വേണ്ടി അവിടെ കുറച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തിയാണ്. കാരണം ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും സംസാരിച്ച് അവരോട്ടൊരു വിഷയം ഉണ്ടാക്കുക, എന്നിട്ട് അവരുമായിട്ട് അടിയുണ്ടാക്കുക, അതാണ് ഉദ്ദേശം. അപ്പോൾ എനിക്ക് അത്രയും കാര്യം മനസ്സിലായി. ഞാൻ നേരെ എൻ്റെ വണ്ടി എടുത്ത് അവിടെ ചെന്നിട്ട് ആ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഈ പേര് വിളിച്ചു. ആ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. വിളിച്ചപ്പോൾ അതിലൊരാൾ വന്നു, ആ ബാബുച്ചേട്ടനല്ലേ, എന്നെ ഇന്നാൾ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നു. ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ എല്ലാവരും ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഈ ജ്യോതിപ്രകാശ് എന്ന് പറയുന്ന ഇൻചാർജുള്ള സന്യാസിയാണ് സെക്യൂരിറ്റിയുടെ, അയാളെപ്പോലും അറിയാതെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. അവിടുത്തെ AGM പറഞ്ഞിട്ടില്ല, DGM പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇവരെയൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇയാൾ ഈ ഗുരുരത്നസ്വാമി ഈ ഓപ്പറേഷൻ നടത്തിയിട്ട് എന്താണ്, എന്നിട്ട് ഇപ്പുറത്ത് കൂടി അന്വേഷണത്തിന് ആളെ വിട്ടേക്കുന്നതാണ് സെക്യൂരിറ്റി ഓഫീസിലേക്ക്. ഇന്നൊരു ആൾക്കാർ വന്നിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ വിളിച്ച് പറഞ്ഞല്ലോ അങ്ങനെ ഒരു വിഷയമാണത്. ഇപ്പോൾ ഇൻ്റലിജൻസ് ബുദ്ധി പോലെ പുള്ളി ഭയങ്കര ബുദ്ധിമാനായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അവിടെ ചെന്ന് കാറിൽ കയറിയ ആളാടി എന്താണ് സംഭവം എന്താണ്. അപ്പോഴാണ് അയാളെ പറയുന്നത് ഇതേപോലെ സ്വാമിജിനെ കുറിച്ച് അനാവശ്യപ്പെട്ട ആൾക്കാർ പറയുന്നു, അപ്പോൾ അതിനെ ഒന്ന് ചോദിക്കാനാണ്, അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ്. ഈ ബോംബെ ശിവചന്ദ്രൻ ബോംബെ ശിവചന്ദ്രൻ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ബോംബെ ശിവൻ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ബോംബെ ശിവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് അവരെ അറിയില്ല സത്യത്തിൽ. അപ്പോൾ പറഞ്ഞ് അയാളാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. അപ്പോൾ അയാളുടെ വീട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ ദിശയിൽ നിന്നും ഈ ശ്രദ്ധാകേന്ദ്രം ഇങ്ങോട്ട് ആക്കി വെച്ചേക്കാണ് ഈ പറയുന്ന ഗുരുരത്നസ്വാമി എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുമായിട്ട് ഞാൻ വരുന്നു, ഇടപെടുന്നു, അവരെൻ്റെ വണ്ടിയിൽ കയറുന്നു, ഞാൻ ഒരാളായിട്ട് പോയിട്ട് ഞാൻ നമ്മുടെ മസാലയുടെ അടുത്ത് ചെന്നു. എനിക്ക് അറിയില്ല ഇദ്ദേഹത്തിന് വീട് വരുന്നത്. ഞാൻ വിചാരിച്ച് ആശ്രമത്തിൻ്റെ ആയുർവേദത്തിൻ്റെ കോമ്പൗണ്ടിൽ എവിടെയെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ പയ്യന്മാരിൽ ഒരാളെ ഞാൻ വിളിച്ചു, രാഹുൽ എന്ന് പറയും. രാഹുലിനെ വിളിച്ചിട്ട് ചോദിച്ചു, രാഹുൽ ഈ ബോംബെ ശിവചന്ദ്രൻ്റെ വീട് എവിടെയാണ് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബാബുച്ചേട്ടാ, അത് നമ്മുടെ പാറക്കുളത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് താഴെ, പിന്നെ ആശ്രമത്തിൻ്റെ തന്നെ കോമ്പൗണ്ടിൻ്റെ എൻഡിലിരിക്കുന്നതാണ്, ആ ഇറക്കത്തിൽ ഇടതുവശത്തിരിക്കുന്ന വീടാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഇതേപോട്ട് ആ വീട് ഇതാണ് വീടെന്ന് പറഞ്ഞു. ഞാൻ എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഇല്ല ഒന്നുമില്ല, അദ്ദേഹത്തിന് കാണണം അത്രയേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഞാനും അവരും തമ്മിൽ പിരിഞ്ഞു. കഥ ഞാനും എൻ്റെ റോള് അവിടെ തീർന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം അറിയുന്നതെന്ന് വെച്ചാൽ ഇന്നലെ ചന്ദ്രബാബു ചിറ്റേക്കാടിൻ്റെ ഗുണ്ടകൾ വന്ന് ബോംബെ ഷോ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് സ്പ്രെഡാവുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി നടന്നു. ഞാൻ ഇവരോട് സംസാരിച്ച് നിൽക്കുന്ന വഴിയിലെന്ന് പറഞ്ഞാൽ ഈ ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ജയേന്ദ്രൻ, ലോ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആശ്രമത്തിൻ്റെ, അതിൽ അഡ്വക്കേറ്റാണ് പുള്ളി. അദ്ദേഹം ഓടിയിങ്ങനെ വരുന്നു, എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വിഷയം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മസിലൊക്കെ പിടിച്ച് ആരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്താ ചേട്ടാ പ്രശ്നം എന്താണ്? അല്ല ഗുരുസ്വാമി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ആരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, അവരെ വെറുതെ വിടരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് വേറെ ഗെയിമാണ്, ചേട്ടൻ ഇതിൽ ഇടപെടണ്ട, ഇത് എന്താ പറയുക, ചെയ്യുന്നതും അന്വേഷിക്കപ്പെട്ട എല്ലാം ഒരാൾ തന്നെയാണ്, ചേട്ടൻ കഥ അറിയാതെ ഇതിൽ ഇടപെടല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരാണിത് പറഞ്ഞത്? ഞാൻ പറയാം അത് സ്വാമിജിയുടെ തന്നെ ജോലി, ഇത് ഇടപാട് ചെയ്തത് അദ്ദേഹത്തിന് അറിയാം കൃത്യമായിട്ട്, അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടാണിത് നടന്നേക്കണത്, അതിൻ്റേതായ പ്ലാനുണ്ട്, അത് അവരെന്താണെന്ന് ചെയ്തോട്ടെ, നമ്മളതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഞാൻ സമാധാനിപ്പിച്ച് വിട്ട്. എന്നിട്ടും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകാതെ അന്ധനെ പോലെ എന്നുവെച്ചാൽ പൊട്ടനെ പോലെ അദ്ദേഹം അവിടെ നിൽക്കുന്നു. കാരണം പുള്ളീനെ പിരിയാക്കി വിട്ടേക്കണേണ്, ഇവിടെ ആരാണെന്ന് എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ടുള്ള ചേട്ടാന്നും പറഞ്ഞു. മനസ്സിലായ ഇയാളുടെ എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നു ഇയാൾ തന്നെ, പിന്നീട് അത് സോൾവ് ചെയ്യാൻ ശ്രമിപ്പിക്കുന്ന പോലെ അഭിനയിക്കുന്നു ഇയാൾ തന്നെ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പിറ്റേ ദിവസം അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെയാണ്, എൻ്റെ പേരിലാണിത് ഫ്ലാഷാകുന്നത്. ചന്ദ്രബാബു ചിറ്റേക്കാടിൻ്റെ ഗുണ്ടകൾ വന്ന് ബോംബെ ഷോൻ്റെ വീട്ടിൽ ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തിനെ വിരട്ടി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു എത്തും കിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ച സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യിച്ചല്ലേ, അദ്ദേഹം അത് എന്താണെന്ന് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച്. മനസ്സിലായില്ലേ? കാര്യങ്ങളുടെ കിടപ്പങ്ങനെയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ചേട്ടൻ്റെ വീട്ടിൽ ഇന്ന പോലെ സംഭവം നടന്നായിരുന്നു. അപ്പോൾ എനിക്കിത് വ്യക്തതയില്ല വീട്ടിൽ കയറിയെന്ന്. പിന്നീട് അഭ്യൂഹങ്ങളാണ്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാകുന്ന വിദ്യയുണ്ടെന്ന് എനിക്ക് പരിചയമില്ലാത്ത ഒരാളോട് പോയി ഞാൻ എങ്ങനെ ചോദിക്കണം, ചേട്ടൻ്റെ വീട്ടിൽ ഇന്നലെ ഗുണ്ടകൾ കയറിയ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്താൻ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇന്നപോലെ ചെയ്തിരുന്നു സംഭവം ഇങ്ങനെയായിരുന്നു, അത് ഇന്നപോലെ നടത്തിയത്. പക്ഷേ ഞാൻ അറിയുമെന്ന് ഈ പറയുന്ന ഗുരുരത്നസ്വാമി വിചാരിച്ചില്ല. കാരണം ഈ കൊട്ടാരക്കരെ വിളിച്ച് ഞാൻ ചോദിക്കുമെന്ന് ഈ ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ആൾ വിചാരിച്ചില്ല. ഇയാൾ അങ്ങനെ അവിടെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നാൽ അവർ പറയാതിരുന്നാൽ മതിയായിരുന്നു, അത് നമ്മുടെ വെറുതെ കാണാൻ വന്നിരുന്നു പറഞ്ഞാലും മതിയായിരുന്നു. പക്ഷേ അവർക്കറിയില്ല ഇയാൾ നമ്മളറിയാതെയാണ് ഈ ഗെയിം നടത്തിയെന്ന്. എന്നുവെച്ചാൽ ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ ആൾ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളറിയാതെ ഇദ്ദേഹം വേറൊരു കളി കളിച്ചാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ സത്യം എന്നോട് തുറന്നു പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് ഒരിക്കലും ഇദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് അവനോട് പറഞ്ഞു എന്ന് ചോദിച്ചു, എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് ഭവിഷ്യനോട് ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു. കുഴപ്പമില്ല എൻ്റെ ആളാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പറഞ്ഞു പോയി, അതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ ആളാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ രഹസ്യമായിട്ട് എൻ്റെ ആളാണെന്ന് പറയും, പക്ഷേ പരസ്യമായിട്ട് ഇവനുമായിട്ട് യാതൊരുവിധ ബന്ധവും എനിക്ക് സത്യത്തിലില്ലായിരുന്നു. എങ്ങനെ മനസ്സുകൊണ്ടുള്ള, കാരണം എപ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് ഞാൻ ഇയാളെ കണ്ടിരുന്നത്. അതിനൊട്ടനവധി കാരണങ്ങളുണ്ട് എനിക്ക് അങ്ങനെ കാണുന്നതിനെ ആസ്പദമാക്കില്ല. അപ്പോൾ ഈ ഒരു വിഷയം നടന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന പത്മപ്രകാശ് സ്വാമിയുടെ ഒരു വിഷയം വരുന്നത്. പത്മപ്രകാശ് സ്വാമിയുടെ വിഷയം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നൊരു ആരുമായിട്ട് എന്തൊക്കെയോ ഒരു വിഷയം ഉണ്ടായിട്ട് അതിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ, ഈ ഗുരുരത്നൻ അവരെ തെറി പറയുന്നതിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ, പിന്നെ പത്മപ്രകാശ് സ്വാമിയുടെ ഒരു വോയിസ്, ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ പരമ്പരയിലൊരു ഇളക്കമുണ്ടായി. 2018 കാലഘട്ടത്തിലാണ് പരമ്പര ഒരു ഇളക്കം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ മനസ്സിൽ ഇയാളെക്കുറിച്ചൊരു മോശം ഇമേജ് വന്നു. കാരണം ഇയാളുടെ പൊള്ളത്തരമൊക്കെ അവർ തിരിച്ചറിഞ്ഞ്, ഇയാളുടെ വിഷയങ്ങളൊക്കെ, സ്ത്രീ വിഷയങ്ങളും ഇയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളും എല്ലാം പബ്ലിക്കലി തുറന്നാണ് പത്മപ്രകാശ് സ്വാമി പറഞ്ഞത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയെന്ന് പറഞ്ഞാൽ ഇയാൾ എല്ലാ വീടുകളിലും കൊണ്ട് പൈസ കൊടുത്തു. എന്നുവെച്ചാൽ 500 രൂപ കൊടുത്ത് വീഴ്ത്തേണ്ടവന് 500 കൊടുത്തും, 5000 കൊടുത്ത് വീഴ്ത്തേണ്ടവന് 5000 കൊടുത്തും, 10000 കൊടുത്ത് വീഴ്ത്തേണ്ടവന് ഗൃഹസന്ദർശനം, വെറുതെ ഒരു ഗൃഹസന്ദർശനം. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ബോംബെ ശോചൻ്റെ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോൾ ഈ ബോംബെ ശോചൻ്റെ വീട്ടിൽ ചെന്ന കാര്യം നമ്മൾ അറിഞ്ഞപ്പോൾ അത് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ഇരുന്ന് ചോദിച്ചു, ഈ സംഭവം ഒന്ന് വിവരിക്കാമെന്ന് ചോദിച്ചു. ആ സംഭവം വിവരിക്കുന്നതാണ് നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത്. അത് നമ്മൾ ഷൂട്ട് ചെയ്താണ് ഈ പറയുന്ന എന്താ പറയുക ആ വീഡിയോ. അതൊന്ന് കാണുക. അതെന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ വളരെ നർമ്മത്തിൽ കലർന്ന ഭാഷയിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഗുണ്ടകളിൽ ചെന്ന കാര്യമല്ല,
അതിനെക്കുറിച്ചല്ല. ഈ 5000 രൂപ അദ്ദേഹത്തിന് കൊണ്ടേ കൊടുത്തു. ഈ പത്മപ്രകാശ സ്വാമിയുടെ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത്, അതേപോലെ ഒട്ടനവധി ആശ്രമത്തിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന അടിമകളായ കുറേ ആൾക്കാരുണ്ട്, വിശ്വാസികളെന്ന് പറയുന്നത്. അവരുടെ എല്ലാ വീടുകളിൽ കൊണ്ട്, അത് നട്ടുള്ളവരുടെ വീട്ടിലൊന്നും കയറിയില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ വരണ്ടെന്ന് അവർ തീർത്ത് പറഞ്ഞു. അല്ലാത്ത എല്ലാവരുടെയും വീട്ടിൽ കയറിയിട്ട് പൈസ കൊടുത്ത്, 100 രൂപ കൊടുത്ത്, 1000 കൊടുത്ത്, 500 കൊടുത്ത്, 10000 കൊടുത്ത്, 5000 കൊടുത്ത്, ഇങ്ങനെ അവരുടെ എത്ര രൂപ കൊടുത്താൽ അവർ നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് അവൻ ചിന്തിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. കൈവിട്ടു പുറത്തു പോയ സമയം അന്ന് അശോകൻ ചേട്ടന് എന്താണ്, അതല്ല എന്തോ സുഖമില്ലായിരിക്കണ സമയം, സുഖമില്ലായ അശോകൻ ചേട്ടന് മുകളിൽ കിടക്കണേണ്. കിടന്നപ്പോ ആ അവസരം എടുത്ത് പോയി കിടന്നു. ഇതും കയറി വരില്ലെന്ന് വിചാരിച്ചു. കയറി വന്ന് അശോകൻ ചേട്ടൻ എത്ര അന്ന് എന്തായിരുന്നു വേണ്ടെന്ന് പറയാൻ പറ്റുന്ന സ്ഥിതി. ന്യൂസ് കിട്ടി എനിക്ക് പലയിടത്ത് പോകുന്നിടത്ത് 500 രൂപ കൊടുക്കണ്ട, 500 രൂപ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. വൈകിട്ട് 7 മണിയായിപ്പോണ്ടോ ആരോ വന്നിട്ട് കോട്ടയം ബാബു, ചേച്ചി ഇതേ ഗുരുരത്നസ്വാമി ഇങ്ങോട്ട് തന്നെ കേട്ടോ, നിങ്ങൾ റെഡിയില്ല എന്ന് വെച്ചു. എന്ന് പറഞ്ഞു. ഇവിടെ ഇതേ സ്വാമി വരട്ടെന്ന് പറഞ്ഞു. ഉള്ള ലൈറ്റ് മുഴുവൻ ഇട്ടില്ലെന്ന് പറഞ്ഞു. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ മേലെ കട്ടിലേക്ക് എടുക്കും, ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞേക്ക് സ്വാമി അറിഞ്ഞില്ലേ അറ്റാക്ക് വന്നതെന്ന് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ ഞായിട്ടുണ്ടോ. അപ്പൊ അകത്തേക്ക് കയറി വഴിക്ക് പ്രമോദ് സാറ്, വേറെ 2 സന്യാസിമാര് ഇവരൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, ചേച്ചി അശ്വൻ ചേട്ടൻ എവിടെയാന്ന് വെച്ചു. സ്വാമി അറിഞ്ഞു. ആ ചേച്ചി അശ്വൻ ചേട്ടൻ എവിടെയാന്ന് വെച്ചു. ചേട്ടൻ മേലെ കിടക്കുക. എന്താ പറ്റി? ഇറങ്ങി വരാൻ പറ്റില്ല സ്വാമി, അറ്റാക്ക് കഴിഞ്ഞ്. അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ഞാൻ ഒരു ടീഷർട്ട് എടുത്തിട്ടു, മുഖമൊക്കെ നല്ലപോലെ കഴുകി, മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞ് 3 കസേര ഇട്ട് കൊടുത്തു. നോക്കിയപ്പോ 5 പേരുണ്ട്. കസേര അവിടെ നിൽക്കട്ടെ ഇട്ട് കൊടുത്തത് വൈഫാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് സ്വാമി എന്ത് കഴിക്കാനാ ഒന്നും വേണ്ട ചേച്ചി. അശ്വടാ ഈ അസുഖമൊക്കെ വന്നിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? സ്വാമീനെ അറിയിച്ചിട്ട് എന്ത് കാണിക്കാനാ? അപ്പോഴും ഞാൻ കെടുക്കണുണ്ടാ വയ്യാതെ അത്രക്ക് ആവശ്യത ഉണ്ടായിരുന്നു. പിന്നെ എവിടെ ആവശ്യത? ചങ്ങാതി പിടിക്കണമെന്നില്ലല്ലോ. ഇത് സിനിമ ഡൗൺലോഡ് ചെയ്യാം. ഇതില് പിടിക്കില്ല, ഇതിലെ പിടിക്കാം. ഇതിലൊന്നുമില്ല. അങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാന്നല്ല. അപ്പൊ ഞാൻ പറയും എന്നെ 2 ഇടിച്ചിട്ട് സ്വാമി ഇത് കൊണ്ട് പറയിപ്പിച്ചോളാം. അല്ല അത് പറഞ്ഞോ, സ്വാമി അവനെ ശരിയാക്കണം. ഞാൻ സ്വാമിക്ക് ചാൻസ് ഉണ്ടാക്കി തരാം. എന്നിട്ടേ ഞാൻ കിടന്നു കഴിഞ്ഞ് സ്വാമി എനിക്കിങ്ങനെ അറ്റാക്ക് വന്നു, എന്നിട്ട് എന്താ എന്നെ അറിയിക്കാതിരുന്ന ആരറിയിച്ചിട്ട് എന്താ കാര്യം സ്വാമി? ഞാൻ അനുഭവിക്കണ്ടേ. അത് കഴിഞ്ഞ് എന്റെ വൈഫ് ജെന്നിയെ പോയി കണ്ടു. അപ്പോ പറഞ്ഞു കേട്ടപ്പോ തലയാട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അനുഭവിക്കണ്ടേ എന്ന്. പിന്നല്ല സ്വാമി എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് വയ്യ സ്വാമി വാ തുറക്കാൻ. എന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പറയാം സ്വാമി. സ്വാമി അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സ്വാമി എന്നെ കൊല്ലാനായിട്ട് 5-8 പേരോടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയാണ് സത്യം ഞാൻ പറഞ്ഞു. അവന് ഈ പറഞ്ഞ പോലെ അവിടെയാണ് അവന്റെ കള്ളത്തരം ഞാൻ പിടിച്ചത്. എന്നെ കൊല്ലാനായിട്ട് 5-8 പേര് വന്നിരുന്നു. എന്താണെന്ന് അറിയില്ല സ്വാമി. അങ്ങനെ അശ്വൻ ചേട്ടാ എന്നോട് പറഞ്ഞു, സ്വാമി ഇവിടുത്തെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു സന്യാസിയല്ല, അതുകൊണ്ട് പറഞ്ഞതാണെന്ന്. എനിക്ക് അശ്വൻ ചേട്ടനോട് വല്ല വിരോധമൊന്നും തോന്നുന്നുണ്ട് ഒരിക്കലും ഇല്ലേ സ്വാമി. അവനത് കൊണ്ടു. അതല്ല എന്നോട് തിരിച്ചു ചോദിച്ചത്. എനിക്ക് അശ്വൻ ചേട്ടനോട് എന്നോട് പറയുന്നത് അപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങൾ സ്വാമി കൊടുത്തൊരു ടോപ്പ് സ്വാമിയല്ല, എന്റെ പേരിൽ പറഞ്ഞത് മാത്രം എന്ന് പറഞ്ഞു. അതെ, അസുഖം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വന്ന് കാണണം. അശ്വൻ ചേട്ടന് കഴിയുമെങ്കിൽ ബോംബെ, ഗുജറാത്ത് അങ്ങനെയുള്ള, കാരണം അശ്വൻ ചേട്ടൻ എല്ലാ ഭാഷ അറിയാം. അല്ല എങ്കിൽ ഇവിടെ ഏതെങ്കിലും നല്ലൊരു പോസ്റ്റ് തരാം, പെട്രോൾ പമ്പോ അല്ലെങ്കിൽ ആയുർവേദം. സ്വാമി ഒന്നും വേണ്ട, എന്നെ കൊണ്ടൊന്നും വയ്യ സ്വാമി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എണീറ്റില്ല. അത് കഴിഞ്ഞ് നാരങ്ങ കൊണ്ടുകൊടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞില്ലേ ഉടനെ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അത് വലിയ ഇരിക്കുന്നുണ്ട്. ഇത് കിടക്കിടെന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞു. എന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ദിവസം കൈകാര്യം ചെയ്യുന്ന ആൾക്ക് അച്ഛൻ ചേട്ടാ അത് ഇരിക്കട്ടെ. അത് എന്തിനാ സ്വാമി എന്ന് വെച്ചാൽ ഇരിക്കട്ടെ ചേട്ടാ, എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ ഉണ്ട്.
അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ തലോണയുടെ അവിടെ വെച്ചില്ല, ഇങ്ങനെ താഴ്ത്തിക്ക് ഇങ്ങനെ വെച്ചു കട്ടിലിന്റെ കാലിൽ. അശേട്ടാ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാൻ വരാം, അല്ലെങ്കിൽ അശ്വൻ ചേട്ടൻ എന്നെ അറിയിച്ചാൽ മതി, എവിടെയെങ്കിലും കയറണം, അങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. പോയി താഴെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ ആള് പറഞ്ഞാ പോയി എന്ന് പറഞ്ഞു. ലൈറ്റൊക്കെ ഓഫ് ചെയ്തി, ഗേറ്റൊക്കെ അടിയിൽ മോളൊക്കെ കുറ്റിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ എന്ത് പണി കാണിച്ചേ, എന്താന്ന് വെച്ചു. ഈ കാശ് എന്തിനാ മേടിച്ചേ? എനിക്കറിയില്ല, അല്ലാതെ തന്നെ ബോംബെ പോകാൻ നോക്കാം, അവിടെ പോയി നോക്കാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാലാണ് ഗുണ്ടകളെ പറഞ്ഞു വിട്ടത്. ഇനിയിപ്പോ ഇത് മേടിച്ചിരിക്കുന്നത് ശരിയാ, എന്താണോ നിന്റെ ബുദ്ധിയല്ല എന്റെ ബുദ്ധി. ഈ കാശുണ്ടല്ലോ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എറണാകുളം തൃശ്ശൂരൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. പെട്രോൾ അടിക്കാട് കഴിയുന്നു കുടിക്കേണ്ടതുണ്ട്. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുണ്ടാവും. 5000 രൂപ അടിച്ചു പൊളിച്ചു. 3 ദിവസം എറണാകുളം തൃശ്ശൂരൊക്കെ പെട്രോൾ അടിച്ച് തീർക്കും. ആ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തെല്ലാമാണ് പറയുന്നത്? അദ്ദേഹത്തിന് വീട്ടിൽ ഗുണ്ടകൾ കയറിയെന്നും, ആ ഗുണ്ടകൾ കയറിയപ്പോൾ അങ്ങനെ നിസ്സാര കാര്യം പറഞ്ഞതിന് ഗുണ്ടകൾ കയറി. അപ്പോൾ പിന്നെ ഈ പൈസ കൊടുത്താൽ മേടിച്ചില്ലെങ്കിൽ അവൻ എന്താ ചെയ്തു ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളുടെ അശോചൻ്റെ വീട്ടിലേക്കുള്ള വെള്ളം പോലും എന്ന് പറഞ്ഞാൽ ഇതിനകത്തു നിന്നാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് അവർ പല പ്രാവശ്യം അത് കട്ട് ചെയ്ത്. ഇദ്ദേഹത്തിനോട് ഭയങ്കര വിരോധമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വസ്തു എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്നായിരുന്നു ഇവരുടെ ഉദ്ദേശം, ചുളുവിലക്ക്. ഇപ്പോൾ അദ്ദേഹം ആ വസ്തു വിറ്റിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ കണ്ണു വെച്ചിട്ടുള്ള ഒരു ദുഷ്ടലാക്കമുള്ള പ്രവർത്തിയും, പിന്നെ ഇദ്ദേഹത്തിൻ്റെ പരിധിയിൽ അദ്ദേഹം നിൽക്കാത്തതുകൊണ്ട്. അദ്ദേഹം ബോംബെയിലൊക്കെ ജീവിച്ചതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ ഈ ബോംബെയിലൊക്കെ ഭയങ്കര വിശാലമായിട്ട് ജീവിച്ച ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ചട്ടക്കൂടെന്ന് വെച്ചാൽ നമ്മൾ പറയും പോലെ ജീവിക്കാൻ പാടുള്ളൂ, ഞാൻ തീരുമാനിക്കും നിൻ്റെയൊക്കെ ജീവിതം, അടിമകളെപ്പോലെ അടിമത്തം അങ്ങനെ ആഗ്രഹിക്കില്ലാരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ സാഹചര്യങ്ങൾ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും അറിവിലേക്കൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. സദ്വിശരണം.